MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. സിയാറ്റിലെ ലുമൈൻ ഫീൽഡിൽ നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് 2025 ജപ്പാൻ ടീം ഒറവാ ഡയമണ്ട്സിനെതിരെ ഇന്റർ മിലാന് നാടകീയ വിജയം. ഇഞ്ചുറി ടൈമിൽ വാലന്റിൻ കർബോണിയാണ് ഇന്റർ മിലാന് 2-1 വിജയം സമ്മാനിച്ചത്. റിവർ പ്ലേറ്റിനോടുള്ള ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ഒറവാ റെഡ് ഡയമണ്ട്സ് 11ാം മിനിറ്റിൽ റിയാമ വദനയപ്പയിലൂടെ ലീഡെടുത്തു. അതിന് അസിസ്റ്റ് നൽകിയത് തക്കൂറ കനോക്കയായിരുന്നു. തക്കൂറ കനോക്ക നൽകിയ ഒരു ലോ ക്രോസ് മികച്ച ഫിനിഷിലൂടെ വദനാബെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു ജാപ്പനീസ് ടീമിന് വേണ്ടി. അതുപോലെ തന്നെ ജാപ്പനീസ് ടീമിന്റെ ആരാധകരിൽ നിന്ന് വലിയ പിന്തുണയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരു ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് പോലും തോന്നിക്കുന്ന ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ കെവിവിന്റെ കീഴിലുള്ള ഇന്റർ മിലാൻ അവരുടെ ആദ്യ മത്സരത്തിൽ മോണ്ടിനിയറുമായി 1-1 സമനില വഴങ്ങിയിരുന്നു. ടൂർണമെന്റിൽ തുടരാൻ അവർക്ക് കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും ആവശ്യമായിരുന്നു. എന്നാൽ ഇന്റർ മിലാന്റെ നായകൻ ലൗതാറോ മാർട്ടിനസ് 78ാം മിനിറ്റിൽ നിക്കോള ബെലാറയിൽ നിന്നും ഒരു കോർണറിൽ നിന്ന് ഒരു മികച്ച ഓവർഹെഡ് കിക്ക് വലയിലേക്ക് എത്തിച്ച് സമനില ഗോൾ ഇന്റർ മിലാന് വേണ്ടി നേടിയിട്ടുണ്ട്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച നിമിഷമായിരുന്നു. ഒരു നീണ്ട പരിക്ക് മാറി തിരിച്ചു എത്തിയ 20 വയസ്സുകാരൻ കർബോണി 92ാം മിനിറ്റിൽ വിജയ ഗോൾ നേടി. അതും പെറ്റർ സുസിച്ചിന്റെ ഷോട്ട് തട്ടിത്തെറിച്ച് ബോക്സിനുള്ളിൽ തനിക്ക് അത് അനുകൂലമായി ലഭിച്ചപ്പോൾ അർജന്റീനൻ താരം ശാന്തമായി പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതോടെ ഇന്റർ മിലാൻ ഒരു തിരിച്ചുവരവ് പൂർത്തിയാക്കുകയോ അവസാന 16ൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫലത്തോടെ ഒറവാ റെഡ് ഡയമണ്ട്സ് തുടർച്ചയായ 2 തോൽവികളോടെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇന്റർ മിലാൻ ഇനി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ വിജയത്തോടു കൂടി ഇന്റർ മിലാൻ ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഇയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 2 കളികളിൽ നിന്നും 4 പോയിന്റോട് കൂടി അവർ രണ്ടാമതോ 1ാമതിൽ നിൽക്കുന്നത് അർജന്റീനിയൻ ക്ലബ്ബ് ആയിട്ടുള്ള റിവർ പ്ലേറ്റ് ആണ്. അവർക്കും 2 കളികളിൽ നിന്ന് 4 പോയിന്റാണ്. എന്നാൽ ഗോൾ ഡിഫറൻസ് കാരണമാണ് ഇപ്പോൾ അവർ റിവർ പ്ലേറ്റ് 1ാമത് നിൽക്കുന്നത്. ഇന്ന് ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്റർ മിലാൻ കളിച്ചിരുന്നത്. ഇന്ന് 82% ഇന്ന് ഇന്റർ മിലാന്റെ കൈവശം തന്നെയായിരുന്നു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 26 ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് വെറും 4 ഇന്ന് ഇന്റർ മിലാന് ആയിട്ടുള്ളൂ. ഇന്ന് ഇന്റർ മിലാന് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു നിക്കോള ബെറല്ല കളിച്ചിരുന്നത്. ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ താരത്തിന് തന്നെയായിരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.